പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോയിൽ രണ്ട് പക്ഷികൾ വീട്ടിൽ വന്നാലുള്ള ഗുണദോഷങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. രണ്ടും നമ്മുടെ വീടുകളിൽ മിക്കവാറൊക്കെ കടന്നു വരാറുള്ള പക്ഷികൾ തന്നെയാണ്. ഒന്ന് ക്രോയും ഒന്ന് ക്രോ ഫെസന്റും, അതായത് കാക്കയും ഉപ്പനും. ഈ രണ്ട് പക്ഷികൾ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളുമായി വളരെ അടുത്ത് ഇടപഴകുന്ന പക്ഷികളാണ്. ഇവയുടെ ശകുനം മുതൽ ഇവയുടെ കരച്ചിൽ മുതൽ എല്ലാത്തിനും ഓരോ ലക്ഷണങ്ങളുണ്ടെന്നാണ് വിശ്വാസം. അങ്ങനെ നമ്മുടെ വീട്ടില് ഉപ്പൻ കടന്നു വരുന്ന സമയം അല്ലെങ്കിൽ കാക്ക കടന്നു വരുന്ന സമയം, അത് രാവിലെയാണോ വൈകുന്നേരമാണോ ഉച്ചയ്ക്കാണോ, അത് എന്തൊക്കെ ചെയ്യുന്നു, അതുകൊണ്ടുള്ള ഗുണങ്ങൾ, ഇങ്ങനെ പലതായിട്ട് ഈ വിശ്വാസ പ്രമാണത്തിൽ നിരത്തിയിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതമായിട്ട് അടുത്ത് നിൽക്കുന്നതും നമുക്ക് വളരെ പ്രയോജനപ്പെടുന്നതുമായിട്ടുള്ള ചില കാര്യങ്ങളെയാണ് ഇവിടെ പറയുന്നത്. പ്രധാനമായിട്ടും നിമിത്ത ശാസ്ത്രത്തിൽ ഈ രണ്ട് പക്ഷികളെ വളരെയധികം പ്രതിപാദിച്ചു കാണുന്നുണ്ട്. ഒരു മരുന്ന് കഴിക്കുന്ന സമയത്ത് ഉപ്പൻ ചിലച്ചു കഴിഞ്ഞാൽ വളരെ നല്ല ഗുണവും, എന്നാൽ കാക്ക കരഞ്ഞു കഴിഞ്ഞാൽ ആ മരുന്ന് കൊണ്ട് വലിയ പ്രയോജനമൊന്നും കിട്ടില്ല, ചിലപ്പോൾ ഈ വ്യക്തിക്ക് വളരെയധികം ദോഷം ഉണ്ടാവും എന്നൊക്കെ പറയാറുണ്ട്. അത് പ്രത്യേകതരം മരുന്നാണ്, നമ്മളെല്ലാം കഴിക്കുന്ന മരുന്നല്ല. ആയുർവേദത്തിൽ ഒറ്റമൂലി ശാസ്ത്രത്തിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇതുപോലെ നമ്മുടെ വീട്ടിൽ ഈ പക്ഷികൾ കടന്നു വരുമ്പോൾ ഓരോ നിമിത്തങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണയുണ്ടെങ്കിൽ അത് ഗുണപരമായിട്ടാണോ ദോഷപരമായിട്ടാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനും ആ ഗുണത്തെ സ്വീകരിക്കാനും ദോഷത്തെ മാറ്റാനുള്ള എന്തൊക്കെയാണ് മാർഗങ്ങൾ എന്നുള്ളത് നമുക്ക് അവലംബിക്കാനും കഴിയും. അപ്പോൾ അതിനെ ആ നിമിത്തം നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കേണ്ടത് പ്രധാനമാണ്. നമുക്ക് അതിനെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇത് സാധാരണ നാട്ടറിവുകൾ മനസ്സിലാക്കി വെക്കുന്ന ഓരോ വിശ്വാസിക്കും വളരെ ഗുണകരമായിരിക്കും. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിന്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഉപ്പനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഉപ്പൻ അഥവാ ചെമ്പോത്ത് അല്ലെങ്കിൽ ചകോരം എന്നൊക്കെ ഈ പക്ഷിക്ക് മറ്റ് പേരുകളുണ്ട്. നമ്മുടെ നാട്ടിൻപുറത്ത് ധാരാളമായിട്ട് ഇതിനെ കാണാറുണ്ട്. നഗരത്തിൽ ഇതിനെ കാണാൻ പറ്റും. പ്രത്യേകിച്ച് വീടിന്റെ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ടായിട്ടാണ് ഇത് വരാറുള്ളത്. രണ്ടുപേര് ആയിട്ട് വരികയാണെങ്കിൽ അത് അവരുടെ പ്രജനന കാലം ഇണ ചേരുന്ന കാലഘട്ടത്തിലാണ്. ഇവയെ രണ്ടെണ്ണമായിട്ട് നമുക്ക് വീട്ട് പരിസരങ്ങളിൽ കാണാൻ പറ്റുന്നത് ആ വീട്ടില് ഗാർഹസ്ഥ്യ സുഖം കിട്ടുന്നതിന്, കല്യാണം നടക്കാതിരിക്കുന്നവർക്ക് കല്യാണം ആഗതമാകുന്നതിന്, അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ ഗുണകരമാണ്. സന്താന ഗുണവും ഇത് സമ്മാനിക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ പുലർച്ചെയാണ് ഈ ഉപ്പൻ നമ്മുടെ വീട്ടിലേക്ക് വരുന്നതെങ്കിൽ നമുക്ക് യാത്രാമംഗളങ്ങൾ ഗുണമായിട്ട് കിട്ടും എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മളൊരു പുറത്തേക്കൊരു യാത്ര പോകാൻ നിൽക്കുകയാണ്, ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. പക്ഷെ നമുക്ക് ഈ പക്ഷിയെ അന്ന് രാവിലെ കണി കാണുകയോ നമ്മുടെ യാത്രയ്ക്ക് പുറപ്പെടുന്ന സമയത്ത് ഈ പക്ഷിയെ കാണുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് യാത്രാ ഗുണം കിട്ടുമെന്ന് പറയുന്നുണ്ട്. പണ്ട് കേട്ടില്ലേ, നമ്മുടെ യാത്ര പുറപ്പെടുമ്പോൾ ഉപ്പൻ ചിലയ്ക്കുന്ന ശബ്ദം ശ്രദ്ധിച്ചിട്ടായിരുന്നു പലരും പുറത്തേക്ക് പോയിരുന്നു. അവരുടെ യാത്ര ഗുണപരമായിട്ട് മാറുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അങ്ങനെ ഉപ്പൻ രാവിലെ സമയത്ത് വരുന്നത് വളരെ ഗുണകരമാണ്. ഇനി ഉച്ചയ്ക്കാണ് നമ്മൾ ഈ ഉപ്പൻ എന്ന് പറയുന്ന ചെമ്പോത്തിനെ കാണുന്നതെങ്കിൽ നമുക്ക് ധനലാഭം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ധനലാഭം നമ്മുടെ പ്രവൃത്തി, നമ്മുടെ കർമ്മത്തിൽ നിന്നുള്ള നേട്ടം ഉണ്ടാവാം. നമ്മൾ പുറത്തേക്ക് കുറച്ച് കാശ് കൊടുത്തിട്ടുണ്ട്, പല കാര്യങ്ങളായിട്ട് നമുക്ക് അത് കിട്ടാനില്ലായിരുന്നു. എന്നാൽ ഈ ഉപ്പൻ ഉച്ച സമയത്ത് വന്നിരുന്ന് വീട്ടുമുറ്റത്ത് വന്നിരുന്ന് ചിലയ്ക്കുന്നത് ആ സൂചന നൽകുന്നത് നമ്മുടെ ധനം, അതായത് പുറത്തേക്ക് പോയ നമ്മുടെ ധനം നമുക്ക് കിട്ടും. ബിസിനസ്സിലൂടെ നേട്ടം ഉണ്ടായി വരും. നമുക്ക് ചില ബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് കുറച്ചു കൊണ്ടുവരാനുള്ള മാർഗങ്ങൾ തുറന്നു കിട്ടും. അങ്ങനെയൊക്കെയുള്ള സൂചനയാണ് ഈ ഉപ്പൻ നൽകുന്നത്. വൈകുന്നേരം ഉപ്പൻ നമ്മുടെ വീട്ടിന്റെ പരിസരത്ത് ഇങ്ങനെ ചുറ്റി നടക്കുക, വീട്ടിനെ ചുറ്റി നടക്കുക, വീട്ടിന്റെ തെക്ക് ഭാഗത്ത് വന്നിരിക്കുക, അങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മുടെ ശത്രുക്കൾക്ക് നാശമുണ്ടായി വരും. നമുക്കെതിരെ ഒരുപാട് പ്രയോഗങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാർ, നമുക്കെതിരെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ദോഷങ്ങൾ വന്നു കൂടാനുള്ള സാധ്യതയുണ്ട്. ഉപ്പൻ നമുക്ക് ഒരു സൂചനയാണ് നൽകുന്നത്. നിന്നോടൊപ്പം ഈശ്വരനുണ്ട്, നിന്റെ വഴി തടയുന്നവർക്കെല്ലാം അതിൻ്റെതായ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും എന്നൊരു സൂചനയാണ് നൽകുന്നത്. നമുക്ക് മാനസികമായിട്ട് ഒട്ടേറെ വ്യഥകൾ ഉണ്ടായിരിക്കും സമയത്താണ് ഈ വൈകുന്നേര സമയത്ത് ഉപ്പൻ നമ്മുടെ വീട്ടിന്റെ പരിസരത്ത് വന്നിരുന്ന് ചിലയ്ക്കുക. നമ്മുടെ വീട്ടിന്റെ ചിലപ്പോൾ മുൻവശത്തൊക്കെ ആയിരിക്കും വന്നിരുന്ന് ചിലയ്ക്കുക. ഇത് വളരെ നല്ലൊരു ലക്ഷണമാണ്. നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട് നമ്മുടെ വീട്ടിന് മുകളിലൂടെ ഉപ്പൻ പറന്നു പോകുന്നത്. ഒരു ദിവസമല്ല, പല ദിവസങ്ങളും നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ചൊവ്വയോ വെള്ളിയോ ആണ് നിങ്ങൾ ഇങ്ങനെ ഉപ്പൻ പറന്നു പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ വീട്ടിൽ ലക്ഷ്മി
വാസം പൂർണ്ണമായിട്ട് ഉറച്ചിരിക്കുന്നു, ദേവതാപ്രീതി നന്നായിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിന് തുല്യമാണ്. ഐശ്വര്യം വർദ്ധിച്ചു വരുന്നുണ്ട് എന്നൊക്കെയുള്ള സൂചനകളാണ്. മാത്രമല്ല നമ്മുടെ വീടിനെ ബാധിച്ചിരിക്കുന്ന ആ നെഗറ്റീവുകളായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയും കൂടെ വകഞ്ഞു മാറാനായിട്ട് ഈശ്വരീയ ശക്തി വരുന്നുണ്ട് എന്നുള്ള സൂചനയൊക്കെയാണ് ഈ ഉപ്പന്റെ വീടിന് കുറുകെയുള്ള പറക്കലിലൂടെ കാണിക്കുന്നത്. ഇനി ചൊവ്വ വെള്ളി ഒഴികെയുള്ള മറ്റു ദിവസങ്ങൾ പറഞ്ഞാൽ ഐശ്വര്യം തന്നെയാണ്. ചൊവ്വയും വെള്ളിയും പറക്കുന്നതിന്റെ അത്ര ഗുണകരമല്ലെങ്കിലും നമുക്ക് ഐശ്വര്യം വരും എന്നുള്ള സൂചന തന്നെയാണ് ഇത് നൽകുന്നത്. ഇനി വീട്ടിന്റെ പടിക്കൽ വന്നിരുന്നിട്ട് ഈ ഉപ്പൻ ചലിക്കുക, കുറുകുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ പിതൃക്കളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രീതിയുണ്ട്. നമുക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പിതൃക്കൾ തന്നെ കാട്ടിത്തരും. മാത്രമല്ല നമുക്ക് വരാൻ പോകുന്ന വലിയ ആപത്തുകളെയെല്ലാം ഈ പിതൃക്കളായിട്ട് തന്നെ തടയും എന്നൊക്കെയുള്ള സൂചനകളാണ് ഈ പക്ഷിയുടെ ഈ ഒരു കുറുകൽ കൊണ്ട്, ഈ കരച്ചിൽ കൊണ്ട് നമുക്ക് സൂചനമാകുന്നത്. ഈ ചെമ്പോത്ത് എന്ന് പറയുന്ന പക്ഷി ഒരിക്കലും നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും സമ്മാനിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഈശ്വരീയമായിട്ടുള്ള പ്രീതിയാണ് എപ്പോഴും നൽകുന്നത്. ശത്രുനാശകമായിട്ടുള്ള സ്വഭാവമാണ് ഈ ചെമ്പോത്തിനുള്ളത്. പാമ്പുകളെയും മറ്റ് കീടങ്ങളെയൊക്കെ നശിപ്പിച്ച് അത് നമ്മുടെ പരിതസ്ഥിതിയിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന എപ്പോഴും നമ്മുടെ ഒരു ഭൂമിയുടെ സംരക്ഷകരായിട്ടാണ് അതിനെ കാണേണ്ടത്. ഒരിക്കലും ഈ ചെമ്പോത്തിനെ നമ്മൾ ഉപദ്രവിക്കാനൊന്നും പാടില്ലാത്തതാകുന്നു. നമ്മൾ പണ്ട് ചെമ്പോത്തിനെ കുറിച്ച് കുറേ അധികം കഥകൾ കേട്ട് കാണും. നീലക്കൊടുവേലി എന്ന് പറയുന്ന അപൂർവ സസ്യം ഇതിൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചിരിക്കും, അതിന് ഇരുമ്പ് തുറന്നു പോകാനുള്ള കഴിവുണ്ട്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ശാസ്ത്രീയമായിട്ട് യാതൊരു അടിത്തറയുമുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ഈ പക്ഷിക്ക് വളരെയധികം ഐശ്വര്യമുള്ളതാണ് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മുടെ രണ്ടാമത്തെ പക്ഷിയെ നോക്കുകയാണ്, കാക്കയാണത്. കാക്ക എന്ന് പറഞ്ഞാൽ ഹൈന്ദവ വിശ്വാസങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പക്ഷിയാണെന്ന് തന്നെ പറയാം. പിതൃക്കളുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തിനും കാക്കയുടെ സാന്നിധ്യം വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്. ഈ പക്ഷിയാവട്ടെ ശനിയുടെ വാഹനമായിട്ട് നമ്മൾ കരുതാറുണ്ട്. അപ്പൊ ഈ ശനി കൊണ്ട് നടക്കുന്നത് ഈ കാക്കയാണെന്ന് പറയുന്നുണ്ട്. പിതൃക്കളെ തോളിലേറ്റി വരുന്നതും കാക്കയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വിശ്വാസങ്ങൾ അധിഷ്ഠിതമായിട്ടുള്ള ഒന്നാണ്. കാക്കയെ ചിലപ്പോഴൊക്കെ ചിലർ ആട്ടിയേറ്റുമെങ്കിലും ഈ പിതൃപ്രീതികരമായിട്ടുള്ള ചടങ്ങുകൾ ബലിയിട്ടിട്ടൊക്കെ കാക്കയെ കൈയൂട്ടി വിളിച്ച് കാക്ക വന്നു കഴിഞ്ഞാൽ പിണ്ഡം കൊത്തിയാൽ മാത്രമാണ് അതിന്റെ പൂർണ്ണത കിട്ടുക എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ പലരും ഇന്നേ കാലത്ത് കാക്ക എങ്ങനെ തുരത്താൻ നിൽക്കില്ല. പണ്ട് കാലത്ത് കാക്ക എന്ന് പറഞ്ഞാൽ കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു കാലയളവ് ആകുമ്പോൾ മുറ്റത്ത് ഉണക്കാനിട്ടിരിക്കുന്ന ധാന്യങ്ങളും മറ്റുമൊക്കെ കൊത്തിക്കൊണ്ടുപോകുന്ന വലിയ ശത്രുവായിട്ടായിരുന്നു കണ്ടത്. ഇന്ന് അങ്ങനെയുള്ള കാർഷിക വ്യവസായ മേഖലയിലുള്ളവർക്ക് മാത്രമാണ് കാക്കയെ അധികം ദോഷകരമായിട്ട് തോന്നുന്നത്. മറ്റുള്ളവർ സാധാരണ ഒരു പക്ഷി എന്നുള്ള ഗണത്തിലാണ് കാക്കയെ പെടുത്തുന്നത്. അപ്പൊ ഈ കാക്ക നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ വരുന്നതിന്റെ ഗുണദോഷങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. രാവിലെ കാക്ക വന്നിരുന്ന വീട്ടിന്റെ പരിസരത്ത് മരക്കൊമ്പുകളിലൊക്കെ വന്നിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് പിതൃ പ്രീതികരമായിട്ടുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. പിതൃക്കൾ നമ്മുടെ അടുത്ത് പ്രീതികരമായിട്ടാണ് നിൽക്കുന്നത്. അവരുടെ സാന്നിധ്യം നമുക്കുണ്ട്. അവർ നമുക്ക് സംരക്ഷണമായിട്ടാണ് നിൽക്കുന്നത്. അവരെ കൊണ്ട് നമുക്ക് ദോഷങ്ങളൊന്നും ഇല്ല എന്നാണ് മിക്കവാറും രാവിലെ വീടുകളുടെ പരിസരത്ത് ഈ കാക്ക വന്നിരുന്ന്, പ്രത്യേകിച്ച് ബലിക്കാക്ക കരയുകയാണെങ്കിൽ അതിന്റെ ലക്ഷണമായിട്ട് പറയുന്നത്. ഇനി ഒരു ഉച്ചയോടനുബന്ധിച്ച സമയത്താണ് ഈ കാക്ക വന്നിങ്ങനെ ഇരുന്ന് കരയുന്നതെങ്കിൽ വീട്ടിലെ വിരുന്നുകാരെങ്കിലും വരും എന്ന ഒരു വിശ്വാസം പണ്ട് മുതൽക്കേ ഉണ്ട്. വിരുന്നുകാരുടെ സാന്നിധ്യം മാത്രമല്ല നല്ല വാർത്തകൾ നമുക്ക് കിട്ടും എന്നൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് ശുഭത്വമായിട്ടുള്ള വാർത്തകൾ കേൾക്കാൻ കഴിയുമെന്നും ഈ കരച്ചിൽ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഉച്ചയ്ക്ക് കാക്ക കരഞ്ഞുകൊണ്ടിരുന്ന ഭക്ഷണം കൊടുക്കുന്ന ഒരു പതിവ് നമ്മുടെ നാട്ടിലുണ്ട്. അത് എല്ലാവരും അതിനെ അംഗീകരിച്ച് കാണുന്നില്ല. എങ്കിലും നാട്ടാചാരത്തിൽ ഉച്ചയ്ക്കാണ് കാക്ക കരയുന്നതെങ്കിലും പുറത്തേക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണ വസ്തു ഇട്ട് കൊടുക്കുന്ന ഒരു ശീലമുണ്ട്. പക്ഷെ കാക്കകളെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷ്യവസ്തു ഇട്ട് വിളിച്ച് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ അത് വീട്ടിൽ നിന്ന് മാറിപ്പോകില്ല എന്നുള്ളൊരു കാര്യമാണ്. യാദൃച്ഛികമായിട്ടൊക്കെ വന്നിരുന്ന് കരയുമ്പോൾ നിങ്ങൾ അതിനുള്ള സങ്കല്പത്തിലല്ല, പുറത്തേക്ക് കുറച്ച് ഭക്ഷണം ഇട്ട് കൊടുത്തിരുന്നാൽ കുഴപ്പമില്ല. ഇത് ശല്യമായി മാറാതിരിക്കാനും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വൈകുന്നേരം കാക്കകൾ നമ്മുടെ വീട്ടിന്റെ പരിസരങ്ങളിൽ വന്നിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് നല്ല വാക്കുകൾ കേൾക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. മാത്രമല്ല നമ്മളെ ആരെങ്കിലും അപമാനിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നെങ്കിൽ ആ ആളിന്റെ കള്ളത്തരം നമുക്ക് അതിവേഗം മനസ്സിലാക്കുകയും നമുക്ക് അയാളിൽ നിന്ന് അകന്നു മാറാൻ കഴിയും. അങ്ങനെയൊക്കെയുള്ളൊരു സൂചന പറയുന്നുണ്ട്. വൈകുന്നേരം കാക്ക കരയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചില ആപത്തുകളെ അറിയിച്ചു തരികയാണ്. നീ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചോളണം എന്നുള്ള സൂചനകളാണ് നൽകുന്നത് എന്നാണ് പറയുന്നത്. വീട്ടിന്റെ പരിസരങ്ങളിൽ എവിടെയെങ്കിലും കാക്കയിരുന്ന് കരയുന്നതല്ല, വീട്ടിന്റെ തൊട്ടടുത്ത് വന്ന് നമ്മുടെ തൊട്ട ഒരു വാഴക്കയിലിരുന്ന് അല്ലെങ്കിൽ ചെടിയുടെ മുകളിൽ വന്നിരുന്ന് മതിലിൽ വന്നിരുന്നൊക്കെ കരയുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. വീട്ടിനകത്തേക്ക് കാക്ക കടന്നു വരുന്നത് അത്ര ഗുണകരമായിട്ട് പറയുന്നില്ല. ശനിദോഷം വർദ്ധിക്കുന്നതായിട്ട് സൂചനയുണ്ട്. ചില ആത്മാക്കൾക്ക് മോക്ഷമില്ലാതെ നിൽക്കുമ്പോൾ ഇത്തരം കാക്കകളുടെ വീട്ടിനകത്തേക്കുള്ള വരവ് കൂടുതലായിട്ട് കാണപ്പെടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ തൊഴുത്തിൽ, പശുത്തൊഴുത്തിൽ വന്നിരിക്കുക, ആടുകളെ കെട്ടിയിരിക്കുന്ന തൊഴുത്തിലൊക്കെ ഈ കാക്ക വന്നിരുന്ന് കരയുകയോ അല്ലെങ്കിൽ വന്നിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ധനലാഭത്തെ കാണിക്കുന്നു എന്നാണ് പറയുന്നത്.
ശനിയാഴ്ച കാക്കകൾ വീട്ടിലേക്ക് പറന്നു വന്നാൽ പരിസരങ്ങളിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ ശനിപരമായിട്ടുള്ള ദോഷമുള്ളവർക്ക് അത് ഗുണകരമായിട്ട് പറയുന്നുണ്ട്. ശനിദോഷത്തെ കുറയ്ക്കാൻ കാരണമാകും കാക്കകളുടെ ഈ വരവെന്നാണ് പറയുന്നത്. അമാവാസിയിലാണ് കാക്കകൾ നമ്മുടെ വീട്ടു പരിസരത്തിൽ വന്നിരിക്കുക, കരയുക, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ പിതൃക്കളുടെ ഗുണം നമുക്ക് കൂടുതലായിട്ട് കിട്ടും എന്നുള്ളൊരു സൂചന കാണിക്കുന്നുണ്ട്. കാക്ക തലയിൽ കൊത്തിയാൽ ശനിദോഷം നമുക്ക് വന്നു കൂടും എന്നൊരു ചൊല്ലുണ്ട്. അതുകൊണ്ട് കാക്ക നമ്മൾ ആക്രമിക്കുന്ന തരത്തിലേക്ക് വരുന്നത്, ശത്രുക്കളുടെ അതിക്രമം നമുക്കുണ്ടാവുക, നമുക്ക് മാനഹാനി ഉണ്ടാവുക തുടങ്ങിയ കാണിക്കുന്നുണ്ട്. തലയിലോ ശിരസിലോ ഒക്കെ കാക്ക കാഷ്ടിക്കുന്നത് നമുക്ക് ഗുണപരമല്ലാത്ത കാര്യങ്ങളെ സംഭവിക്കും എന്നുള്ള ഒരു സൂചനയാണ് നൽകുന്നത്. അപ്പോൾ കാക്കയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ അയ്യപ്പ ക്ഷേത്രത്തിൽ പോവുക, അയ്യപ്പന് വേണ്ടുന്ന വഴിപാട്, നീരാജനം, അതുപോലെ തന്നെ എള്ള് പായസം മുതലായൊക്കെ കഴിപ്പിക്കുന്നത് വളരെ ഗുണകരമാണ്. മാത്രമല്ല ശിവക്ഷേത്രത്തിൽ പ്രദോഷ ദിവസം പോയി തൊഴുതിട്ട് അവിടെ ജലധാരയും പിൻവിളക്കം കഴിപ്പിക്കുന്നതും വളരെ ഗുണകരമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ 2 തരം പക്ഷികളുടെ വരവും അതിന്റെ ഗുണദോഷ കാര്യങ്ങളുമാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമാവുകയാണ്. അതിന് മുമ്പ് ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതിയാകും. അതിനായിട്ട് ഇതുവരെയ്ക്ക് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് റെക്കമെൻഡേഷനായിട്ടോ നോട്ടിഫിക്കേഷനായിട്ടോ യൂട്യൂബ് അയച്ചു നൽകുകയുള്ളൂ. എങ്കിലേ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് വിവരങ്ങൾ ഇതിൽ കൊടുക്കാൻ കഴിയുകയുള്ളൂ. അത് പ്രയോജനപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുമ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.